ഈ മഞ്ഞ സ്കൂട്ടറും ചെറുപ്പക്കാരന്റെ ഈ യാത്രയും കണ്ടിട്ടില്ലാത്ത കോട്ടവട്ടത്തുകാർ കുറവായിരിക്കും. എപ്പോഴും മുഖത്ത് ഈ ചിരിയുണ്ടാകും. ശബ്ദമില്ലാത്ത തുറന്ന ചിരി, കുടിലതകളും ചപലതകളുമില്ലാത്ത നിറഞ്ഞ ചിരി. സിനിമയിലൊക്കെ പറയും പോലെ ഓന്റെ ചിരി കണ്ടാൽ മതി മനസ്സും നിറയും, അന്നത്തെ ദിവസവും സന്തോഷമായിരിക്കുമെന്ന്. ചിരിയുടെ ഉടമസ്ഥന്റെ മുഴുവൻ പേര് അബി ശശിധരൻ എന്നാണ്. കോട്ടവട്ടത്തുകാർക്ക് അബിയും അഭിമോനും OSഉം ശശിധരണ്ണന്റെയും ഓമനയമ്മയുടെയും മകനും ഒക്കെയാണ് അബി ശശിധരൻ. ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെ. കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലാണ് കോട്ടവട്ടം. തനി ഗ്രാമമാണ്. നല്ല ഹൃദയശുദ്ധിയുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലാണ് കോട്ടവട്ടം എന്ന ഈ പ്രദേശം. ഈ കാണുന്ന സുന്ദരമായ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അബി ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞ് കരിയർ ആരംഭിച്ചത് സേവന മേഖലയിലൂടെയായിരുന്നു. ക്യാമറാമാന്മാരും റിപ്പോർട്ടർമാരും കണ്ടെത്തുന്ന ജീവസുറ്റ കഥകൾക്ക് അടുക്കും ചിട്ടയും നൽകി മിഴിവേകുന്ന കഥകളാക്കുന്ന വിഷ്വൽ എഡിറ്ററായിട്ടായിരുന്നു ആദ്യം കരിയർ ആരംഭിച്ചത്. എഡിറ്റർ ജോലികൾ തുടരുന്നതിനിടയ്ക്കാണ് അച്ഛന്റെ മരണം. C2 ലോഡിംഗ് തൊഴിലാളിയായിരുന്ന അച്ഛന്റെ മരണശേഷം അബിയുടെ കാലൊന്നിടറി. തന്റെ വരുമാനമാർഗം കൊണ്ട് മാത്രം പിന്നീടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലായ അബി കുടുംബം പോറ്റാൻ അച്ഛന്റെ തടിജോലികളും എഡിറ്റിങ്ങിനൊപ്പം തുടർന്നു. മുഴുവൻ സമയം വിഷ്വൽ എഡിറ്റർ ജോലിയിൽ നിന്നും പകുതി സമയത്തേക്കായി എഡിറ്റിംഗ് ജോലികൾ. സ്വന്തം നാടും കൂട്ടുകാരും അമ്പലങ്ങളും പള്ളികളും കൂടെ കൊണ്ടു നടക്കുന്ന അബിക്ക് എല്ലാം വേണമായിരുന്നു. ഇതിനിടയിൽ താൽക്കാലികമായി പോസ്റ്റ്മാന്റെ കാക്കിക്കുപ്പായമണിഞ്ഞു. സ്വന്തം നാട്ടുപ്രദേശങ്ങളിലൂടെ പോസ്റ്റ്മാനായി നടന്നു തുടങ്ങി. കാക്കിയുടുപ്പും വിട്ട് കത്തും മണി ഓർഡറും ഇല്ലന്റുമൊക്കെയായി നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇടയിൽ നിറഞ്ഞു നിന്നു അബി. കുറച്ചു വർഷം നീണ്ട പോസ്റ്റ്മാൻ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ സ്വന്തം ആനവണ്ടിയുടെ സ്റ്റിയറിംഗ് സീറ്റിലേക്ക് അബി വളയം പിടിച്ചു തുടങ്ങി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മുടെ KSRTCയുമായി അബി പോയി വന്നു. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായതോടെ സ്വന്തം നാട്ടിലൂടെ KSRTC തലങ്ങനെയും വിലങ്ങനെയും പോകുന്നത് നോക്കി നിന്നിട്ടുള്ള അബിക്ക് ആ സ്റ്റിയറിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ഇതിനിടയിലാണ് കോട്ടവട്ടം വാർഡിനെ നയിക്കാൻ അബി KSRTC ബസ് അടയാളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. ധാരാളം മിഷനുകളുമായി ഈ യുവാവെത്തുമ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ സന്തോഷമാണെന്ന് അബിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. പരസ്യ അഭിനയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് അബി. ഏഷ്യയിലെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് കേരള സർക്കാരിന് വേണ്ടി ചെയ്ത സഹകരണ എക്സ്പോയിൽ അബി പോസ്റ്റ്മാനായി വേഷമിട്ടിട്ടുണ്ട്. സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന അബി ശശിധരന്റെ ആശയങ്ങൾ നാടിന് ഗുണമാക്കാൻ കഴിയുമെന്ന് കോട്ടവട്ടത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. അബിയുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നവമാധ്യമങ്ങളിലെ കുറിക്കുകൊള്ളുന്ന വാക്കുകളും വാചകങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ളവർക്കൊപ്പം ഇങ്ങനെയുള്ള യുവത്വവും സേവന തൽപരരും പ്രൊഫഷണലുമായ ചെറുപ്പക്കാർ ജനാധിപത്യ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ രംഗത്തിറങ്ങണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ മാത്രമേ ജനാധിപത്യത്തിന് ഇനി നിലനിൽപ്പുള്ളൂ. ഇതുപോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാടിന് ആവശ്യമെന്നും ഇവിടുത്തുകാർ പറയുന്നുണ്ട്. രാഷ്ട്രീയം പ്ലസ് പ്രൊഫഷണൽ പ്ലസ് വിഷൻ പ്ലസ് മിഷൻ ഈസ് ഈക്വൽ ടു നല്ല സ്ഥാനാർത്ഥി, നല്ല മെമ്പർ, നല്ല ചെയർമാൻ, നല്ല പ്രസിഡന്റ്. നന്ദി.